രാജ്യത്ത് ബി.ജെ.പി. ഭരണം 20 വർഷമെങ്കിലും നീണ്ടു നിൽക്കുമെന്ന് പ്രമുഖ തെരഞ്ഞെടുപ്പ് സർവേ സ്ഥാപനത്തിന്റെ മേധാവി. കോൺഗ്രസിന്റെ രാഷ്ട്രീയ മേധാവിത്വം ഇപ്പോൾ ബി.ജെ.പിയുടെ കൈകളിൽ. ജനങ്ങൾ ബി.ജെ.പിയിൽ വലിയ പ്രതീക്ഷയർപ്പിക്കുന്നു. മികച്ച ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ മാത്രം മറ്റു പാർട്ടികൾക്ക് ബി.ജെ.പിയുടെ 20 വർഷ സൈക്കിൾ തകർക്കാം. ബംഗാൾ പിടിച്ചെടുത്ത ബി.ജെ.പി. മദ്രസകളിലും വന്ദേമാതരം നടപ്പിലാക്കുന്നത് പോലും കൃത്യമായ അജണ്ടയോടെ. പ്രതിഷേധവും വിമർശനവും ഉയരേണ്ടത് ബി.ജെ.പിയുടെ ലക്ഷ്യം. രാജ്യത്ത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ മേധാവിത്വം കുറഞ്ഞത് 20 വർഷമെങ്കിലും നീണ്ടു നിൽക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുന്ന കമ്പനിയായ ആക്സിസ് മൈ ഇന്ത്യ മേധാവി പ്രദീപ് ഗുപ്ത. 2014 രാജ്യത്ത് ബി.ജെ.പിയുടെ ഭരണം ആരംഭിച്ചത്. ബി.ജെ.പിയുടെ നിലവിലെ രാഷ്ട്രീയ മേധാവിത്വത്തിന്റെ കാലഘട്ടം കുറഞ്ഞത് 20 വർഷമെങ്കിലും നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ പ്രദീപ് ഗുപ്ത പ്രവചിക്കുന്നത്. ഭരണകക്ഷിയുടെ ഭരണ മികവിൽ കാര്യമായ വീഴ്ചകൾ സംഭവിക്കാത്തിടത്തോളം കാലം അവരുടെ സ്ഥാനം സുരക്ഷിതമായിരിക്കും. പണ്ട് കോൺഗ്രസ് ആസ്വദിച്ചിരുന്ന ദീർഘകാല രാഷ്ട്രീയ മേധാവിത്വവുമായി ഇതിനെ ഉപമിച്ച ഗുപ്ത, ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും ഒരു ഏകകക്ഷി മേധാവിത്വത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയത്തിൽ ഒരു പരിധിയുണ്ട്. 1977 വരെ കോൺഗ്രസ് തുടർച്ചയായി രാജ്യം ഭരിച്ചു. അതിനുശേഷമാണ് അവർ പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ തലമുറ എന്നത് ഏകദേശം 20 വർഷം നീണ്ടു നിൽക്കുന്ന ഒന്നായാണ് കണക്കാക്കിയിരുന്നത്. ആ 20 വർഷത്തെ സൈക്കിൾ ഇപ്പോഴും നിലനിൽക്കുമെന്നും PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രദീപ് ഗുപ്ത പറഞ്ഞു. ബി.ജെ.പിക്കും സമാനമായ രീതിയിൽ ദീർഘകാലത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തുടരാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭരണസഖ്യത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാവി പൂർണ്ണമായും നിലവിലെ സർക്കാരിന്റെ പ്രവർത്തന മികവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ജനവിധി ലഭിച്ചതിനു ശേഷം ബി.ജെ.പിയിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതീക്ഷകളും വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ ബി.ജെ.പിയും NDAയും ഇനി മികച്ച രീതിയിൽ തന്നെ ഭരണം കാഴ്ചവെക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങൾ മോശമാകാതിരിക്കുന്നിടത്തോളം കാലം അവർ വിജയം തുടരുകയും പ്രതിപക്ഷം പരാജയപ്പെടുകയും ചെയ്യുമെന്നും പ്രദീപ് ഗുപ്ത കൂട്ടിച്ചേർത്തു. 2029 കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള സാധ്യത കുറവാണ്. ഇത് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന 15 വർഷത്തെ കാലയളവിനെയാണ് കാണിക്കുക. രാജ്യം മുഴുവൻ തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കുറഞ്ഞത് ഒരു 5 വർഷം കൂടി വേണ്ടിവരുമെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം ബി.ജെ.പി. പയറ്റുന്നതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷ ക്ഷേമ മദ്രസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ മദ്രസകളിലും വന്ദേമാതരം ഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതാണ് വിവാദമായിരിക്കുന്നത്. മെയ് 19 മദ്രസ വിദ്യാഭ്യാസ ഡയറക്ടർ ഒപ്പുവച്ച ഔദ്യോഗിക വിജ്ഞാപനത്തിലാണ് ഈ പുതിയ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഉത്തരവ് പുറത്തുവന്ന നിമിഷം മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും സംസ്ഥാനത്തുടനീളമുള്ള സർക്കാർ മോഡൽ മദ്രസകൾ, അംഗീകൃത ഗവൺമെന്റ് എയ്ഡഡ് മദ്രസകൾ, അൺഎയ്ഡഡ് മദ്രസകൾ എന്നിവയ്ക്കെല്ലാം ഈ നിയമം ഒരേപോലെ ബാധകമായിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. ബംഗാൾ മദ്രസകളിൽ പുതിയ പരിഷ്കാരം വരുന്നതിന് തൊട്ടു മുൻപ് വരെ പ്രഭാത അസംബ്ലികളിൽ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയായിരുന്നു വിദ്യാർത്ഥികൾ ആലപിച്ചിരുന്നത്. ഇതിനൊപ്പം പ്രശസ്ത കവിയായ ഗുലാം മുസ്തഫ രചിച്ച അനന്ത അസീം പ്രേമമയി തുമി എന്ന പ്രാർത്ഥനാ ഗീതവും മദ്രസകളിൽ വിദ്യാർത്ഥികൾ പാടാറുണ്ടായിരുന്നുവെന്ന് അധ്യാപകർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പഴയ രീതികളെല്ലാം പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ടാണ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ വന്ദേ മാതരം ഗാനം അസംബ്ലികളിൽ നിർബന്ധിതമാക്കിയിരിക്കുന്നത്.